സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് തുടരുകയാണ്. നമുക്ക് എബി ജോൺ തോമസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്നും. എബി, വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്ന പോളിംഗ് ശതമാനം എത്രമാത്രമാണ്? എങ്ങനെ വോട്ടിംഗ് പുരോഗമിക്കുന്നു? ഫിജി, വോട്ടിംഗ് രാവിലെ ആരംഭിച്ച അതേ നിലയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു തിക്കും തിരക്കും ഒക്കെ തന്നെ നമുക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ശക്തമായ രീതിയിൽ ഈ വോട്ടെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ മുതൽ തന്നെ കാണാൻ കഴിഞ്ഞത്. പോളിംഗ് സ്റ്റേഷനെല്ലാം തന്നെ നല്ല തിരക്കായിരുന്നു രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. അത് ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി വലിയ രീതിയിൽ പോളിംഗ് ഒരുപക്ഷെ താഴോട്ട് പോകും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഈ കനത്ത ചൂട് അതിനൊരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആളുകൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രമുഖരെല്ലാവരും തന്നെ രാവിലെ തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ആളുകൾ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ വരിവരിയായി ക്യൂ നിൽക്കുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടു. തുടർന്ന് അതിനുശേഷം ഇടയ്ക്ക് ചില ഇടങ്ങളിൽ ഈ പോളിംഗ് തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പോളിംഗ് യന്ത്രങ്ങളുടെ തകരാറിനെ തുടർന്നാണ് അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത്. പക്ഷേ അതെല്ലാം വളരെ വേഗം തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ചില ഇടങ്ങളിൽ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എറണാകുളത്തും സമാനമായ രീതിയിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമാണ്. പുതുവൈപ്പിലാണ് അത്തരത്തിലൊരു സംഭവം എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. തങ്കമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ വോട്ട് ചെയ്യാൻ വരുമ്പോഴാണ് അവരുടെ പേരിലുള്ള വോട്ട് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അവർ വോട്ട് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ അവരുടെ വോട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറിച്ച് ആരാണ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ആലുവായിൽ വളരെ സമയത്തേക്ക് ഇത്തരത്തിൽ വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് യന്ത്ര തകരാറിനെ തുടർന്നുള്ള സംഭവമായിരുന്നു. പിന്നീട് അത് പരിഹരിച്ച് വോട്ടിംഗ് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ ഇത്തരത്തിൽ കരുമാടിയിലാണ് വോട്ടിംഗ് യന്ത്ര തകരാറിനുള്ള തടസ്സപ്പെട്ടത്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ പ്രിസൈഡിംഗ് ഓഫീസർ മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് ആളുകളുടെ പരാതി ഉയരുകയും അതിനെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറെ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്ത് വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 40% മുകളിലേക്ക് തന്നെ പോളിംഗ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. അതായത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പോളിംഗ് ഇത്തവണ കോട്ടയത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാവേലിക്കരയിലും ഒപ്പം തന്നെ ചാലക്കുടിയിലും സമാനമായ രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളും ഉള്ളത്. ശരി എബി, നമുക്ക് റിയാസ് KM ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. മലപ്പുറം പൊന്നാനിയിലെ വിവരങ്ങളും പങ്കുവെക്കും. റിയാസ്, എങ്ങനെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്? ഇനി എന്തായാലും വയനാട് കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴത് 50% പോളിംഗ് ശതമാനം നീങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുമ്പോൾ 48.49% വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. അതിൽ തന്നെ സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 48.95% സ്ത്രീകൾ വോട്ട് ചെയ്തു. പുരുഷന്മാർ 48.03%, 20% ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വയനാട് നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ മാനന്തവാടി, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ തരംതിരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്രകാരമാണ്. മാനന്തവാടി 47.58, സുൽത്താൻ ബത്തേരിയിൽ 49.41, കൽപ്പറ്റയിൽ 48.31, തിരുവമ്പാടിയിൽ 50.19, എറനാടിൽ 49.13, നിലമ്പൂരിൽ 47.78, വണ്ടൂരിൽ 47.37 എന്നുള്ളതാണ്. അതായത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വയനാടിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ 47.46% ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള വോട്ടിംഗ് ശതമാനം. അതിൽ തന്നെ അതായത് 12,59,930 വോട്ടുകൾ ഇവിടെ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 26,54,327 വോട്ടർമാരാണ് കോഴിക്കോടുള്ളത്. മലപ്പുറത്തും സ്ഥിതി സമാനമാണ്. ഈ വോട്ടിംഗ് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊരു മന്ദഗതി ഉണ്ടായിരുന്നു വോട്ടിംഗിൽ. അത് പ്രത്യേകിച്ച് ചൂടാണ്. ഒപ്പം തന്നെ ജുമുഅ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അതൊക്കെ കൊണ്ട് തന്നെ രാവിലെ കണ്ട ഒരു ആവേശം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല, ഒരു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പതിയെ ആളുകൾ വീണ്ടും എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് നിന്നും ചില പരാതികൾ
ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കാരണം കട്ടിപ്പാറ പുയോട് 9-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ കേടായി 2 മണിക്കൂറിലേറെ പിന്നിട്ടിട്ടും പ്രവർത്തന സജ്ജമാക്കിയില്ല എന്നുള്ളത് അവിടെ വോട്ടെടുപ്പ് വൈകാൻ ഇടയാക്കുന്നുണ്ട്. അവിടെ വോട്ടർമാരെല്ലാം തന്നെ അവരുടെ പ്രതിഷേധം ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരോക്ഷമായ ഒരു പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് അവർ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, ഈ പോളിംഗ് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മന്ദഗതിയിലാണ് നടക്കുന്നത് എന്നൊരു ആക്ഷേപം വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. താമരശ്ശേരി പരപ്പൻപൊയിൽ സ്കൂളിലെ ബൂത്ത് നമ്പർ 38, 39 എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പിന് വേഗത പോരാ എന്നൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ഈ വോട്ടർമാർക്ക് 2-3 മണിക്കൂറൊക്കെ ഈ വരിയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കടുത്ത ചൂടാണ്, ഈ ചൂട് കാലാവസ്ഥയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നു. എന്നാലും ഈ 38-ാം നമ്പർ ബൂത്തിൽ 1300-ലധികം വോട്ടർമാരുണ്ട്. 2 മണി പിന്നിട്ടിട്ടും 400-ഓളം പേർ മാത്രമാണ് ഇതുവരെ ഇവിടെ വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. 100 ആളുകൾ ഇപ്പോഴും വരിയിലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ശരി റിയാസ്, നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. അമൽനാഥ് വിവരങ്ങളുമായി. കണ്ണൂരിലും വടകരയിലും എങ്ങനെയാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നത്? സിജി, കണ്ണൂരും വടകരയിലും ആദ്യ മണിക്കൂറിൽ ശക്തമായ രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഉച്ച കഴിഞ്ഞതോടുകൂടി പോളിംഗിൽ കുറവ് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുന്നേ തന്നെ, ചൂട് കൂടുന്ന സാഹചര്യത്തിന് മുന്നേ തന്നെ വോട്ടർമാരൊക്കെയും ബൂത്തുകളിലെത്തി പോളിംഗ് നടത്തുകയായിരുന്നു. അതിനാൽ തന്നെ ആദ്യ 5 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഈ 2 മണ്ഡലങ്ങളിലും കാണാൻ സാധിച്ചത്. എന്നാൽ നിലവിൽ ഇപ്പോൾ പോളിംഗിൽ കുറവ് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കണ്ണൂർ മണ്ഡലത്തിൽ പല മേഖലകളിലും ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഇന്നലെയോടുകൂടി തന്നെ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇരിട്ടി മേഖലയിൽ ചിലയിടങ്ങളിൽ കൊട്ടിയൂർ, അയ്യൻകുന്ന്, രാമച്ചി, പയ്യാവൂർ, കാഞ്ഞിരക്കൊല്ലി എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം നേരത്തെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ, ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാൻ വേണ്ടി മാവോയിസ്റ്റ് ആഹ്വാനം ചെയ്തിരുന്നു. നോട്ടീസുകൾ അടക്കം ഒട്ടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അതീവ സുരക്ഷയായിരുന്നു ഈ മേഖലകളിൽ കാണാൻ വേണ്ടി സാധിച്ചത്. കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം കണ്ണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ മറ്റ് നേതാക്കളും രാവിലെയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പിണറായി വിജയൻ, ഇ.പി. ജയരാജൻ, കെ. സുധാകരൻ, എം.വി. ഗോവിന്ദൻ, എം.വി. ജയരാജൻ, സി. രഘുനാഥ്, ഇത്തരത്തിൽ നേതാക്കളൊക്കെ തന്നെ രാവിലെയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ ചില ബൂത്തുകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പേരാവൂരിലെ 98-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും തുടക്കത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രശ്നമുണ്ടായിരുന്നത്. ഇത്തരം പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ 1 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഇവിടെ വോട്ടിംഗ് തുടങ്ങിയത്. അതേസമയം തന്നെ 95-ാം നമ്പർ ബൂത്ത് ഇടവേലി സ്കൂളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വടകര മണ്ഡലത്തിലും സമാനമായ രീതിയിൽ വോട്ടിംഗ് മെഷീനിൽ ചില സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലയിടങ്ങളിലും വോട്ടിംഗ് ആദ്യ മണിക്കൂറുകളിൽ നിർത്തിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിലും, കണ്ണൂരും വടകരയിലും, ഇത്തരത്തിൽ വോട്ടിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും ഉച്ച കഴിഞ്ഞതോടുകൂടി നേരിയ ഒരു കുറവ് വോട്ടിംഗിൽ നിലവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരി അമൽ, തിരിച്ചെത്താൻ മറ്റു വിവരങ്ങളിലേക്കൊക്കെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ നമുക്ക് പൊതുവായുള്ള വിശകലനങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ടി ബിനോയ് ചേരുന്നു. ബിനോയ്, സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, വോട്ടിംഗ് പുരോഗമിക്കുന്നു. എങ്ങനെയാണ് സംസ്ഥാനം വിധി എഴുതുന്നത്? ഇപ്പോൾ ഒരു പൊതുവായ ശതമാന കണക്ക് നമുക്ക് ലഭ്യമാണോ? വിജി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്ക് 2/20 വരെയുള്ള കണക്കാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 46.2% പേർ വോട്ട് ചെയ്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും വലിയ സവിശേഷതയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്, ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത്, 48% പേർ. വയനാട്ടിൽ 47% പേർ, കാസർഗോഡ് 47, കണ്ണൂർ 48. ഈ 4 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും നല്ല രീതിയിലുള്ള പോളിംഗ് പുരോഗമിക്കുന്നു. മറ്റുള്ള മണ്ഡലങ്ങളിലും മന്ദഗതിയിലല്ല, പോളിംഗ് കാര്യമായി നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പറഞ്ഞത് ഉച്ചവരെ ഏകദേശം 40% വരെ പോളിംഗ് എത്തുമെന്നുണ്ടെങ്കിൽ ഒരു 75-നും 80-നും ഇടയ്ക്ക് സംസ്ഥാനത്തെ മൊത്തം പോളിംഗ് എത്തിച്ചേരും എന്നാണ് രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം പറയുന്നത്. കാരണം അതിന് അവർ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ പോളിംഗിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ ആദ്യം വെള്ളിയാഴ്ചയാണ് അത് മാറ്റേണ്ടി വരും എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ
രാഷ്ട്രീയ പാർട്ടികൾ അതായത് 3 മുന്നണികളും നടത്തിയ പ്രചരണ പരിപാടികളുടെ അല്ലെങ്കിൽ അവർ ആളുകളിലേക്ക് ഇറങ്ങി ആഴത്തിൽ നടത്തിയ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ സമയത്ത് ഇത്രയധികം വോട്ടർമാർക്ക് അല്ലെങ്കിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്നാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തന്നെ വിലയിരുത്തപ്പെടുന്നത്. ഈ 46% കുറവല്ല, അത്യാവശ്യം കഴിഞ്ഞ വർഷത്തേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1.5% കൂടുതൽ തന്നെ ഇപ്പോൾ 46%-ലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ പോളിംഗിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു, 44.66. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ ആറ്റിങ്ങലിൽ 47.23%. ഈ ജില്ലയിലെ ഈ 2 മണ്ഡലങ്ങളും കൂടി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ 2 മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടാതെ ഈ 2 മണ്ഡലങ്ങളിലെയും നേതാക്കളെ തന്നെ എടുത്ത് പരിശോധിക്കാം. കാരണം തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ഇവിടുന്ന് 3 പ്രാവശ്യം ജയിച്ച് MP ആയി പോയ ശശി തരൂർ, ഒപ്പം പന്ന്യൻ രവീന്ദ്രൻ, 3 പേരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്. 2005-ൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും പാർലമെൻറ്റിലെത്തി. അതിനുശേഷം പിന്നീട് ഒരു ഇടതുമുന്നണിയുടെ ആളായി ആരും തിരുവനന്തപുരത്ത് നിന്ന് പോയിട്ടില്ല. ആറ്റിങ്ങലിലും കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് എത്തി. CPM-ൻ്റെ കോട്ടയായിരുന്ന ആറ്റിങ്ങൽ പിടിച്ചെടുത്തത് അടൂർ പ്രകാശ് ആയിരുന്നു. ഇത്തവണയും അവിടെയും തീപാറുന്ന മത്സരം നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ആറ്റിങ്ങലിലെ വോട്ടിംഗ് ശതമാനം കൃത്യമായും അണികളെ വോട്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പ്രേരണ പാർട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ അപ്ഡേറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമുള്ളത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ പോളിംഗ് 44%. കഴിഞ്ഞ പ്രാവശ്യം അവിടെ 74% അവസാന പോളിംഗ് പൂർത്തിയാകുമ്പോഴുണ്ടായിരുന്നത്. 44% കുറവല്ല, കാരണം ഒരു മലയോര ജില്ലയാണ്. സാധാരണഗതിയിൽ മന്ദഗതിയിൽ മാത്രം പോളിംഗ് നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഇത്തവണയും അത്തരത്തിൽ അങ്ങനെ തന്നെയാണ് മന്ദഗതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. പക്ഷേ അവിടെ 2-3 സ്ഥലങ്ങളിലായി കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണം UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുകയും ഒരു സ്ത്രീയുടെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തുന്നുള്ള പരാതിയും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം പരാതികൾ ഉയർന്നു വരികയും UDF നേരിട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാനും ഒക്കെയുള്ള തീരുമാനത്തിലാണ്. എങ്കിൽ തന്നെയും പത്തനംതിട്ടയിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം 44% വോട്ടിംഗ് നടന്നുവെന്ന് മാത്രമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ചാലും അത്തരത്തിൽ വലിയ തരത്തിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയായിരുന്നു 3 മുന്നണികളും രംഗത്തിറങ്ങിയെന്ന് പറയാം. കാരണം UDF-ൻ്റെ ശക്തനായ സാരഥിയാണ് ആൻ്റോ ആൻ്റണി 3 പ്രാവശ്യം അവിടെ ജയിച്ച് പാർലമെൻറ്റിലെത്തിയ ആളാണ്. തൊട്ട് പിന്നാലെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയാകട്ടെ സംസ്ഥാനത്തെ മുൻ ധനമന്ത്രിയായിരുന്നു. മാത്രമല്ല CPM കേന്ദ്ര കമ്മിറ്റി അംഗം, ഇപ്പോൾ CPM-ൻ്റെ മുതിർന്ന നേതാവ്. ഈ നിലയ്ക്കൊക്കെ വളരെ ശ്രദ്ധേയനായ മനുഷ്യനാണ് തോമസ് ഐസക്ക്. അതേസമയം BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആകട്ടെ കോൺഗ്രസിൽ നിന്നും BJP-യിലെത്തുകയും ദേശീയ നേതാവുമൊക്കെയായ അനിൽ K. ആൻ്റണിയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ശക്തമായ പോരാട്ടം പത്തനംതിട്ടയിലും നടക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ ഇനിയും വർധനയുണ്ടാകും, അതിൽ അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നും പറയാൻ കഴിയുന്നത്. ആലപ്പുഴയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ആലപ്പുഴയിലും കാര്യമായ വോട്ടിംഗ് ശതമാനത്തിൽ വർധന നേരത്തേക്കാൾ ഉണ്ടായിരിക്കുന്നു. അതായത് 48.34% പോളിംഗ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉച്ച കഴിഞ്ഞ് 2:20 വരെ 48% പോളിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം പകുതിയോളം വരുന്ന സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂചന നൽകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും നല്ല മത്സരം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ നടത്തിയ പ്രവർത്തനം വളരെയധികം നന്നായി പുരോഗമിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ അവിടുത്തെ മത്സരത്തിന് തന്നെ വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് KC വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നു. ഒപ്പം BJP-ക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങലിൽ വലിയ മത്സരം കാഴ്ചവെച്ച് 2.5 ലക്ഷത്തിലധികം വോട്ട് നേടിയ സ്ഥാനാർത്ഥിയാണ്. എഴുതിത്തള്ളാൻ കഴിയില്ല. മാത്രവുമല്ല വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആലപ്പുഴയിലെത്തി എല്ലാവർക്കും സ്വീകാര്യമായി മാറുകയും ചെയ്തു. എന്നാൽ അവർക്ക് പിന്നാലെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കടന്നുകൂടിയെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് കൗണ്ടിങ്ങിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ 3 മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ, ആരിഫ് നേരത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP ആണ്. ആരിഫും മുതിർന്ന നേതാവാണ്, MLA ആളാണ്. അത്തരത്തിൽ വലിയ ശക്തരായ 3 സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിലും മത്സരിക്കുന്നു. അവിടെയും മത്സരം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. അതിൻ്റെ സൂചനയാണ് ഈ 48 അല്ലെങ്കിൽ 49% ആളുകൾ വോട്ട് ചെയ്യുക. അത് 2:20 വരെയുള്ള കണക്കാണ്. അതിൽ കൂടുതൽ ഒരുപക്ഷെ ഉണ്ടാകാം.
എന്തായാലും ശരി തന്നെ പകുതിയിലധികം ആളുകൾ ആലപ്പുഴയിൽ വോട്ട് ചെയ്തിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ പോയാൽ തന്നെയും വടക്കൻ കേരളത്തിലും വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒപ്പം മലപ്പുറം ജില്ലകളിൽ എല്ലാം തന്നെ വോട്ടിംഗ് ശതമാനം 45-നും 44 ഈ ക്രമത്തിൽ 48 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് നല്ല രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താണോ ആഗ്രഹിച്ചത് അത്തരത്തിലേക്ക് ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് ചെയ്തിരുന്നു. പിന്നെ ഇതുവരെയായും അനിഷ്ട സംഭവങ്ങളും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും കള്ള വോട്ടുമായി ബന്ധപ്പെട്ട കുറേ പരാതികൾ ഉയർന്നു വന്നു എന്നുള്ളതല്ലാതെ കാര്യമായ രീതിയിൽ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പേരിലുള്ള പരാതികളോ അങ്ങനെ ഒന്നും തന്നെ ഉയർന്നു വരാത്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഒരു 4 മണിയോടുകൂടി വോട്ടിങ്ങിൻ്റെ ഒരു പൂർണ്ണ ട്രെൻഡ് നമുക്കറിയാൻ കഴിയും. ഫിജി. ശരി, ബിനോയ് തിരുവനന്തപുരത്തു നിന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനം പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ കാലാവസ്ഥ ചൂട് കൂടി നിൽക്കുന്നതിനാൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൽ ചില താമസം നേരിടുന്നുണ്ട്. അവർ ഒരുപക്ഷെ ഈ വെയിലൊന്ന് ആറിക്കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പേർ പോളിംഗ് ബൂത്തിലേക്ക് കടന്നു വരും. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് വരെ ഇതുവരെ കനത്ത പോളിംഗ് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. കാസർഗോഡ് നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫ്, എങ്ങനെയാണ് കാസർഗോഡ് ജനത വോട്ടർമാർ വിധി എഴുതുന്നത്? വിജയ്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 50% മുകളിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം. ഇടത് കേന്ദ്രങ്ങളായ പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ ഇപ്പോൾ നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനും MLSനെയും സ്വന്തം ബൂത്തുകളിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ വോട്ട് ചെയ്തു. ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ 78ാം ബൂത്ത് പിടിച്ചെടുത്തു എന്ന ആരോപണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത്. 44% മഞ്ചേശ്വരത്തെ പോളിംഗ് ശതമാനം, 45% ഉദുമയിലെ പോളിംഗ് ശതമാനം, 44% തന്നെയാണ് കാസർഗോട്ടെയും പോളിംഗ് ശതമാനം. ഏതൊക്കെയായാലും ഇടതു കോട്ടകളിൽ വലിയ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. അതേസമയം പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും വിജയം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ UDF കേന്ദ്രങ്ങളും. വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കുമെന്ന് ഒരു പ്രതീക്ഷയിലാണ് NDA മുന്നണിയും ഉള്ളത്. ഏതൊക്കെയായാലും കാസർഗോഡ് കഴിഞ്ഞ തവണ 80% പോളിംഗ് ഉണ്ടായിരുന്നത്. കടുത്ത വേനലിനെ അവഗണിച്ച് ആളുകളുടെ ഒരു പ്രവാഹമായിരുന്നു പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഉണ്ടായത്. അതിനാൽ തന്നെ 80% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഫിജി. ശരി, കാസർഗോഡ് കനത്ത പോളിംഗ് ഉച്ചവരെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ജോസഫ് അഗസ്റ്റിൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം. അവിടെ നിന്ന് ബിനീഷ് ആന്റണിയാണ് ചെയ്യുന്നത്. ബിനീഷ്, എങ്ങനെയാണ് ഇടുക്കിയിൽ വോട്ടർമാരുടെ ഒരു പ്രതികരണം? തെരഞ്ഞെടുപ്പിനോട് എങ്ങനെ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്? ഫിജി, ഇടുക്കി ഇപ്പോൾ പോളിംഗ് 40.08%. ഈ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടുക്കി 32.42%. അതുപോലെ തന്നെ ദേവികുളത്തേക്ക് എത്തുകയാണെങ്കിൽ 33.81%. തൊടുപുഴ 40.59%. ഉടുമ്പൻചോല 43.44%. പിരിമേട് 40.77%. മൂവാറ്റുപുഴ 37.98%. കോതമംഗലം 39.36% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ 2019 76.66% പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. ഏതായാലും വൈകുന്നേരത്തോടെ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ച രാവിലെ തന്നെ ഗോത്രവർഗായ ദീർഘദൂരമായ ഗോത്രവർഗായ പഞ്ചായത്തിലാണ് ഏറ്റവും പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. പിന്നീട് തോട്ടമേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഏകദേശം ഒരു 12 മണിയോടെ തന്നെ പോളിംഗ് ശതമാനം എത്രയും പെട്ടെന്ന് കൂടുകയായിരുന്നു. എന്നാലും മുൻപത്തെ പോലെ ഒരു പോളിംഗ് ശതമാനത്തിൽ എത്തിയിട്ടില്ലെന്നാണ് പലരും പ്രതികരിക്കുന്നത്. കാരണം ഈ ഇടുക്കിയെ അപേക്ഷിച്ചും നല്ല ചൂടുണ്ട്. പല മേഖലകളിലും ആളുകൾ വെയിൽ കുറഞ്ഞ ശേഷം വോട്ടിനെത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ഏതായാലും വൈകുന്നേരത്തോടെ പോളിംഗ് ശതമാനം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും
മൂന്ന് മുന്നണികളും ഈ ഇടുക്കിയിൽ മത്സരിക്കുന്ന മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും നിയമങ്ങൾ അറിയാവുന്ന ആളുകളാണ്. മൂന്നുപേരും അഡ്വക്കേറ്റ്മാരാണ്. ഇതിൽ മൂന്നുപേരും വലിയൊരു പോരാട്ടം തന്നെയാണ് ഇടുക്കിയിൽ പങ്കുവയ്ക്കുന്നത്. കാരണം ഈ സർക്കാരിനെതിരെയും UDF പ്രതികരിക്കുമ്പോൾ തന്നെ LDF കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഏതായാലും വന്യമൃഗശല്യവും ഭൂഭേദഗതി ബില്ലും അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് മൂന്ന് മുന്നണികളും ഈ പ്രചരണ പരിപാടികളിൽ സജീവമായി ഇറങ്ങിയത്. ഏതായാലും ആര് ഇടുക്കിയിൽ മുന്നോട്ട് വരും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇനി 1 മാസം 8 ദിവസം ഈ വിധിക്കായി കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഒത്തിരി ദൂരെയാണെന്ന് തന്നെയാണ് ഇടുക്കിയിലെ ആളുകളുടെ ഒരു പ്രതികരണം. പെട്ടെന്ന് റിസൾട്ട് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരു പ്രതികരണം കൂടെ ഇടുക്കിയിൽ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വളരെ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. വൈകുന്നേരത്തോടെ പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വന്യമൃഗങ്ങൾ ഏറെയുള്ള ഇടുക്കി ജില്ലയിൽ രാവിലെ തന്നെ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ഇടപെടലുണ്ടായിരുന്നു. ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ കാട്ടാനക്കൂട്ടം ഉള്ളതിനാൽ തന്നെ ആളുകൾക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ആർഎസ് സംഘം കൃത്യമായി ഇടപെട്ട് ഈ കാട്ടാനകളെല്ലാം തുരത്തിയ ശേഷമായിരുന്നു ഈ ചിന്നക്കനാൽ അടക്കമുള്ള മേഖലകളിൽ ആളുകൾ വോട്ട് കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. ഏതായാലും അത്തരത്തിലൊരു ഇടപെടൽ തന്നെ വനവകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പടയപ്പ അടക്കമുള്ള ആനകളെ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലേക്കോ വോട്ടമേഖലയിലേക്കോ വരാതിരിക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വൈകുന്നേരത്തോടെ ഈ ഇടുക്കിയിലെ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം 50 കടന്നിട്ടുണ്ട്, 50% മുകളിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒടുവിലായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് കൊല്ലത്തേക്ക് പോകാം. രാജീവ് ചേർന്നു. രാജീവ്, കൊല്ലത്തൊരു ത്രികോണ മത്സരം എന്ന രീതിയിലായിരുന്നു പ്രചാരണ രംഗത്ത്